ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം കൊളോസ്യൻസ് 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇവിടെ നമ്മൾ കാണുകയാണ്, നമുക്ക് വിരോധവും പ്രതികൂലമായിട്ടുള്ള കയ്യെഴുത്ത് കർത്താവായ യേശു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് ആ കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. നമുക്ക് അറിയാം, ഒരാൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തോട് പാപം ചെയ്യുകയാണ്, ആ വ്യക്തി ദൈവത്തിനെതിരെ പാപം ചെയ്യുകയാണ്. നമ്മൾ കാണുന്നു ഗലാത്യൻസ് 3:10 those who fail to keep the law are under a curse. നിയമം അനുസരിക്കാത്ത സകല വ്യക്തികളും ശാപത്തിന് കീഴിലാണ് എന്നാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ലീഗലായിട്ട് നിയമപരമായിട്ട് ദൈവത്തോട് ഒരു കടം അവിടെ വരികയാണ്, ഒരു ശാപത്തിൻ്റെ കടം അവിടെ വരികയാണ്, പാപത്തിൻ്റെ കടം അവിടെ വരികയാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നിയമപരമായിട്ട് തന്നെ, ലീഗലായിട്ട് തന്നെ, നമ്മൾ ബാങ്കിലൊക്കെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ കാണുന്ന പോലെ നമ്മുടെ പേരിലൊരു ഡെബിറ്റ് വരികയാണ്. സ്വർഗത്തിലാണ് ആ ഡെബിറ്റ് വരുന്നത്, സ്വർഗീയ കോടതിയിലാണ് ആ ഡെബിറ്റ് വരുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് പാപം ചെയ്യുകയാണ്. അപ്പോൾ ആ ഡെബിറ്റ് വരികയാണ്. അപ്പോൾ നമുക്ക് വിരോധം പ്രതികൂലമായ കയ്യെഴുത്ത് വരുമ്പോൾ നമ്മൾ ലീഗലി പാപം ചെയ്ത വ്യക്തികളെല്ലാം മരണത്തിന് യോഗ്യരാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് അവരെല്ലാവരും മരിച്ചേ പറ്റൂ. അപ്പോൾ ഫിസിക്കൽ ഡെത്തും സ്പിരിച്വൽ ഡെത്തും ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതിന് പരിഹാരമായിട്ട് കർത്താവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അതിക്രമങ്ങളൊക്കെയും ബ്ലോട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മളിവിടെ കാണുകയാണ്, റോമാക്കാരുടെ സിസ്റ്റം അനുസരിച്ച് ഒരാൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുരിശിൽ തറയ്ക്കുന്ന ആളാണെങ്കിൽ, അയാളെ കുരിശിൽ തറച്ച് കൊല്ലുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളുടെ തലയുടെ മീതെ ആ ക്രോസിൽ ഒരു ശിലകത്തിൽ അയാളുടെ ചെയ്ത കുറ്റം കൂടി എഴുതി വയ്ക്കും. അതാണ് കർത്താവിൻ്റെ ശിരസിൻ്റെ മുകളിലായിട്ട് യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത്, കർത്താവ് ചെയ്ത കുറ്റം എന്നുള്ള നിലയിൽ. ഇതുപോലെ ഈ കർത്താവായ യേശു ഇവിടെ നമ്മൾ കാണുകയാണ്, നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ പാപമെന്ന കുറ്റം, ആ സ്വർഗത്തിലെ അക്കൗണ്ടിൽ വന്ന ആ കടം, ആ ഡെബിറ്റ്, ദൈവസന്നിധിയിൽ മനുഷ്യൻ ചെയ്ത പാപത്തിന് മൂലം മരണം എന്നുള്ള ശിക്ഷ, അതാണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശു എന്ത് ചെയ്തത്. കുരിശിൻ്റെ മുകളിലുള്ള നമ്മൾ മാനുഷികമായൊരു ചിന്തയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആ കുരിശിന് മുകളിൽ റോമക്കാർ വെച്ച ആ ശിലകത്തിന് പകരം, കർത്താവിൻ്റെ കുറ്റം എഴുതി വെച്ച ആ ശിലകത്തിന് പകരം, യഹൂദന്മാർ രാജാവെന്ന് എഴുതി വെച്ച ആ ശിലകത്തിന് പകരം യഥാർത്ഥത്തിൽ കർത്താവായ യേശു മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവൻ വഹിക്കുന്ന ആ കുറ്റമാണ് അവിടെ എഴുതി വെച്ചത്. ആ കുറ്റത്തിനുള്ള പരിഹാരമായിട്ടാണ് കർത്താവ് യേശു അതിന് ശിക്ഷയായിട്ട് തൻ്റെ ജീവൻ ഈ ഭൂമിയിൽ, തൻ്റെ ശരീരം ഒരു ഒഴിവുചാല് പോലെ കീറാനും അത് തകർക്കപ്പെടാനും ഒക്കെ ഇടയായി തീർന്നത്. എന്നിട്ട് കർത്താവായ യേശു ഈ പാപത്തിൻ്റെ ഡെബിറ്റ് ഇരിക്കുന്നത് സ്വർഗത്തിലെ കോടതിയിലാണ്, ആ സ്വർഗീയ ദേവാലയത്തിലാണ് അതിൻ്റെ കടം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ ജീവൻ കൊണ്ടുപോയി സ്വർഗത്തിലെ ദേവാലയത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് തൻ്റെ ജീവനുമായിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അപ്പോൾ നമ്മുടെ ഈ കടം അവിടെ ഈ പൂർണ്ണമായിട്ടും വൈപ്പ് ഔട്ട് ചെയ്യാണ്, എറേസ് ചെയ്ത് കളയാണ്. കർത്താവ് തൻ്റെ ആ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി താൻ മരിച്ചു. തൻ്റെ ജീവൻ നമുക്ക് വേണ്ടിയുള്ള വിലയായിട്ട് അവിടെ ആ ഡെബിറ്റ് തീർക്കാനായിട്ട്, സ്വർഗത്തിലെ ഡെബിറ്റായിരുന്നു, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനെതിരെയുള്ള പാപമായതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് തൻ്റെ ജീവൻ അവിടെ കൊണ്ടുപോയി പിതാവിൻ്റെ സന്നിധിയിൽ വയ്ക്കുകയാണ്. അതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ആ വചനം ഒന്നുകൂടി ഞാൻ വായിക്കാം. കൊളോസ്യൻസ് 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
അപ്പോൾ അതുവഴി പിശാചിൻ്റെ സകല അവകാശങ്ങളും നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ പാപം മൂലം പിശാച് നമുക്കെതിരെ ഈ കുറ്റമുന്നയിക്കുകയാണ്. ആ കുറ്റമുന്നയിച്ചതെല്ലാം കർത്താവ് എന്ത് ചെയ്യാണ്? പിശാചിൻ്റെ എല്ലാ അവകാശങ്ങളെയും അവൻ ഉന്നയിക്കുന്ന സകല കുറ്റങ്ങൾക്കും ഒരു അടിസ്ഥാനവും ഇല്ലാതാക്കി തീർത്തു. അവനെ പല്ലടി ചുരുക്കി പോകുമാറാക്കി തീർത്തു. അവൻ്റെ തല തകർക്കുവാനായിട്ട് ഇടയായി. അവന് പിന്നീട് മനുഷ്യനെതിരെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റാതെയായി. കാരണം മനുഷ്യ ചെയ്ത പാപത്തിൻ്റെ ഡെബിറ്റ്, ആ കടം കർത്താവായ യേശു ക്രിസ്തു ആ സ്വർഗീയ കോടതിയിൽ ഭൂമിയിൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ച് തൻ്റെ ജീവൻ സ്വർഗീയ കോടതിയിലേക്ക്, അവിടെ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവച്ച് അതിനുള്ള പരിഹാരം വരുത്തി നമ്മെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് മേടിച്ചു. അപ്പോൾ നമുക്ക് കർത്താവ് യേശുവിൽ വിശ്വസിച്ച് അവനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ച് ഈ രക്ഷയിലേക്ക് കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.